കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായത് കേന്ദ്രത്തിൽ മോദി സർക്കാർ ഉള്ളതിനാലാണെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. കോഴിക്കോട് നടന്ന എവേക് യൂത്ത് ഫോർ നേഷൻ യൂത്ത് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉണരുന്ന ഭാരതത്തിലെ യുവാക്കളുടെ പങ്കിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയാണ് കോഴിക്കോട് ജൂബിലി ഹാളിൽ എവേക് യൂത്ത് ഫോർ നേഷൻ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭാരതത്തിലെ യുവാക്കൾക്കായുള്ള പദ്ധതികളും എണ്ണിപ്പറഞ്ഞായിരുന്നു കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖിയുടെ ഉദ്ഘാടന പ്രസംഗം. 2014 till 2023 we've added 16 names. IITs 20 plus 23 24, IIMs 20, ITIs again in 20s which were much less, universities 263. So education becomes important. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിനു കൂടി ഉള്ളതാണ്. When we think of Modi-led guarantee, so Modi-led guarantee is guarantee for Kerala also. We see Kochi Metro. Now imagine all this would not have been possible had the government in the center was not Modi government. ഭാരതം ലോകശക്തികളെയും മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണെന്ന് കോൺക്ലേവിൽ സംസാരിച്ച പ്രജ്ഞ പ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പറഞ്ഞു. GDP increase, gross domestic product, ജപ്പാന്റെ വളർച്ചാ നിരക്ക് 2% ആകുമ്പോൾ ഭാരതത്തിന്റെ വളർച്ചാ നിരക്ക് 7.8% ആവുകയാണ്. 7.8%. നെഹ്റു യുവകേന്ദ്ര, ഖേലോ ഭാരത്, കേസരി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ജനം, കോഴിക്കോട്.